ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരന്റ്സ്. ഇന്ന് ഏഷ്യയിലും യൂറോ ഏഷ്യൻ രാജ്യങ്ങളിലും വെച്ചിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് MBBS പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യം നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഉത്തരമാണ് ഉസ്ബെക്കിസ്ഥാൻ. കൂടുതലും ഇന്ത്യൻ സ്റ്റുഡൻസ് ഈ ഒരു രാജ്യവുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ കാരണം തന്നെ ഇവിടെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ MBBS പ്രോഗ്രാമും കൂടാതെ MBBSന് വരുന്ന ലോ ബഡ്ജറ്റുമാണ്. ഉസ്ബെക്കിസ്ഥാനിലെ 90 വർഷത്തെ മെഡിക്കൽ പാരമ്പര്യമുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സെൻട്രൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സമർക്കന്ദിനെ കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് കൂടുതൽ അറിയാം. നമുക്ക് ആദ്യം സമർക്കന്ദ് സിറ്റിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഉസ്ബെക്കിസ്ഥാന്റെ ഹൃദയഭാഗമായിട്ടുള്ള സമർക്കന്ദിലാണ് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും കേട്ടിട്ടുള്ളത് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തഷ്കന്ദിലാണ്. എന്നാൽ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടാണ് സമർക്കന്ദ് അറിയപ്പെടുന്നത്. നിങ്ങൾ ഉസ്ബെക്കിൽ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സെർച്ച് ചെയ്യാനും മറ്റും ഗൂഗിളിൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന മോണുമെന്റ്സും സിറ്റിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്സ് എല്ലാം സമർക്കന്ദിലുള്ളവയാണ്. ക്രോസ് റോഡ്സ് ഓഫ് കൾച്ചർ എന്നാണ് ഈ ഒരു സിറ്റിയാണ് വിശേഷിപ്പിക്കുന്നത്. മോഡേൺ ഫെസിലിറ്റീസിനോടൊപ്പം റിച്ച് ഹെറിറ്റേജ് കാത്തു സൂക്ഷിക്കുന്ന സമർക്കന്ദിന്റെ സിറ്റി സെന്ററിൽ തന്നെയാണ് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡേ ടു ഡേ യൂണിവേഴ്സിറ്റി ആവശ്യങ്ങൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നീഷൻസ് ആണ്. യൂണിവേഴ്സിറ്റി റെക്കഗ്നീഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് NMC ഗൈഡ് ലൈൻ ആണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2021 മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇനി വേൾഡ് വൈഡ് അക്രിഡിറ്റേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നിർബന്ധമായും WFME അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 7-8 യൂണിവേഴ്സിറ്റികളിൽ വരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ വെറും 3 യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് WFME അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരു അപ്രൂവൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയിട്ടാണ് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഈ WFMEയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് USA, കാനഡ, ഓസ്ട്രേലിയ പോലത്തെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ നിങ്ങളുടെ ഡിഗ്രി വാലിഡ് ആവുകയുള്ളൂ. കൂടാതെ WHO, WDOMS അക്രിഡിറ്റേഷൻസും സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ഇനി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലത്തെ ഡ്യൂറേഷൻ ഓഫ് പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാം. 5 വർഷത്തെ തിയറി പ്രോഗ്രാംസും കൂടാതെ 1 വർഷത്തെ ക്ലിനിക്കൽസും കൂടി വരുന്ന 6 വർഷത്തെ ഇംഗ്ലീഷ് തൊട്ട് MBBS പ്രോഗ്രാമിനാണ് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എൻറോൾ ചെയ്യുന്നത്. അതിനുശേഷം 1 വർഷത്തെ നിങ്ങളുടെ ഇന്റേൺഷിപ്പും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായി ഹോസ്പിറ്റൽസും ക്ലിനിക്സും അഫിലിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നത് കവാസി ഹോസ്പിറ്റലിലും റിപ്പബ്ലിക്കൻ ഹോസ്പിറ്റൽസിലുമാണ്. ഈ 2 ഹോസ്പിറ്റലും സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റൽസ് കൂടിയാണ്. ഒരുപാട് പേഷ്യൻസും മികച്ച ലാബ് ഫെസിലിറ്റീസ് ഉള്ള സമർക്കന്ദിൽ നല്ലൊരു ക്ലിനിക്കൽ എക്സ്പോഷേഴ്സും സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ട്യൂഷൻ ഫീസും അക്കോമഡേഷൻസിലേക്കും വരികയാണെങ്കിൽ തന്നെ സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ ഫീസ് വരുന്നത് വെറും $3500 ആണ്. ഏകദേശം $2,90,000 രൂപ മുതൽ $3 ലക്ഷം രൂപയുടെ ഇടയിലാണ് $3500 വന്നിട്ടുള്ളത്. മറ്റുള്ള യൂറോ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ട്യൂഷൻ ഫീസ് തന്നെയാണ് സമർക്കന്ദിലുള്ളത്. ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് 1 വർഷം 2 സെമസ്റ്ററുകളായിട്ട് അടക്കാവുന്ന ഒരു ഓപ്ഷൻസും യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഇനി നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വെറും $500 ആണ് 1 വർഷത്തേക്ക്. ഏതാണ്ട് 42,000 ഇന്ത്യൻ രൂപയാണ് 1 വർഷത്തേക്കുള്ള ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി 2ാമത്തെ വർഷം മുതൽ യൂണിവേഴ്സിറ്റി പുറത്ത് നിങ്ങൾക്ക് പ്രൈവറ്റ് അക്കോമഡേഷൻസ് എടുക്കാനുള്ള ഓപ്ഷൻസും യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഇനി നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ് ഫെസിലിറ്റി യൂണിവേഴ്സിറ്റി തന്നെ തരുന്നുണ്ട്. 1 വർഷത്തെ മെസ് ചാർജ് ആയിട്ട് വരുന്നത് $1,200 ആണ്. ഏതാണ്ട് 1 ലക്ഷം രൂപയാണ് 1 വർഷത്തേക്ക് വരുന്നത്. കുറച്ചും കൂടി ഹെൽത്തിയും അഫോർഡബിളും ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസും സെൽഫ് കുക്കിങ്ങിലേക്കാണ് പോകുന്നത്. ഇനി യൂണിവേഴ്സിറ്റി ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റുഡൻസ് കാർഡ് വഴി സമർക്കന്ദിലെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രാം, ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഇവയ്ക്കെല്ലാം നിങ്ങൾക്ക് 50% കൺസെഷൻസും വരുന്നുണ്ട്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു ട്രാവലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമർക്കന്ദിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് സമർക്കന്ദ് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. UAE അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന സ്റ്റുഡൻസിന് ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ ടിക്കറ്റ് ഫെയർ ഏറ്റവും കുറഞ്ഞതും ഈ പറയുന്ന സമർക്കന്ദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഇനി ഉസ്ബെക്കിലെ ലോക്കൽ കറൻസി വരുന്നത് ഉസ്ബെക്കിസ്ഥാൻ സോം ആണ്. 10,000 സോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ വെറും 67 രൂപയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിവിംഗ് എക്സ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഉസ്ബെക്കിൽ വളരെ കുറവാണ്. ഇനി നിങ്ങളുടെ ഈ ഒരു 6 വർഷത്തെ MBBS പഠനത്തിന് ശേഷം എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് നോക്കാം. MBBSന് ശേഷം മറ്റ് ലൈസൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം സ്റ്റുഡൻസും MBBSന് ശേഷം PG പഠിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുകയോ
അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു NMC എക്സാമിന് ശേഷം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻസിലേക്കാണ് സാധാരണ പോവാറ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ സാലറി പാക്കേജ് ഒക്കെ ഓഫർ ചെയ്യുന്ന USA, കാനഡ, ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് PG ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും സമർക്കന്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ US-ലോ UK യിലോ യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ NMC റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് എക്സാം എഴുതി ഇന്ത്യയിൽ നിങ്ങൾക്കൊരു PG ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. 1930 മുതൽ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻസ് തരുന്ന സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെഡിക്കൽ കരിക്കുലം ഫോളോ ചെയ്യുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നേരിട്ടറിയാനും ഡിസ്ക്രിപ്ഷൻസിൽ നൽകിയിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വിദേശത്തെ MBBS പഠനത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അടുത്തൊരു യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്